ശിവപാർവതി പാർട്ട് 21. പാറുവിന് യോജിച്ച ആളെ തന്നെയാണ് അമ്മയെ കിട്ടിയിട്ടുള്ളത്. അവളെ ഒന്ന് തൊട്ടതിന് സ്റ്റീഫനെ പഞ്ഞിക്കിട്ടിട്ടുണ്ട് ആള്. ആരവർ പുഞ്ചിരിയോടെ പറഞ്ഞു. അതിന് നീയും മോശമൊന്നും അല്ലല്ലോ. ജീവൻ അത് പറഞ്ഞതും എല്ലാവരും ഒന്ന് പുഞ്ചിരിച്ചു. ആതിര എല്ലാം സന്തോഷത്തോടെ നോക്കി നിന്നു. ഇത് മോളുടെ കൂട്ടുകാരിയാണോ? ആതിരയെ നോക്കിക്കൊണ്ട് അനുസ്ത്രീ ചോദിച്ചതും കൂട്ടുകാരി മാത്രമല്ല, നാത്തും കൂടെയാണ്. മോളുടെ പേരെന്താ? ആതിര. അമ്മേ, വല്യച്ഛൻ. പാറു പെട്ടെന്നത് ചോദിച്ചതും വല്യച്ഛൻ വയ്യാതെ കിടപ്പിലായിരുന്നു. അന്ന് നിന്നോട് ഒത്തിരി മാപ്പ് പറയാൻ പറഞ്ഞിരുന്നു എന്നോട്. അദ്ദേഹവും പോയിട്ട് 2 വർഷത്തോളമായി. ശ്രീജമ്മ വേദനയോടെ പറഞ്ഞു. പാറു അവരെ ഒന്ന് ചേർത്ത് പിടിച്ച് ഒന്ന് പുഞ്ചിരിച്ചു. അയ്യോ, നമ്മുടെ ബസ്സിനുള്ള ടൈം ആയിട്ടുണ്ട്. ആതിര പെട്ടെന്നത് പറഞ്ഞതും നിങ്ങൾ പോയിക്കോളൂ, നമുക്കിനിയും കാണാട്ടോ മോളെ. അതും പറഞ്ഞ് അവളുടെ തലയിലൊന്ന് തലോടി. നക്ഷത്രം മോളെ പാറുവിൻ്റെ കയ്യിൽ നിന്നും വാങ്ങി. ഞാൻ പോകുവാണ് കേട്ടോ. അവൾ എല്ലാവരോടും കൂടെ യാത്ര പറഞ്ഞതും എല്ലാവരും സന്തോഷത്തോടെ അവളെ യാത്രയാക്കി. എന്താണ് മോളെ, സന്തോഷമായില്ലേ? ബസ്സിൽ നിൽക്കുമ്പോൾ ആതിര ചോദിച്ചു. ഒത്തിരി സന്തോഷമായി, പാറു സന്തോഷത്തോടെ പറഞ്ഞു നിർത്തി. എന്നാ ഇനി സ്ട്രോങ് ആയിട്ട് നിന്നോ. ഇന്നു മുതൽ വീട്ടിൽ യുദ്ധം നടത്താനുള്ളതാ. യുദ്ധമോ? ആ ഗീതയെ ഇനി ഓടിച്ച മോളെ, പിന്നെ നീ രക്ഷപ്പെട്ടു. അത് തന്നെയാ ഞാനും ആലോചിക്കുന്നതും. നീ എങ്ങനെയാ പ്ലാൻ ചെയ്യുന്നത്? അതൊക്കെ ഉണ്ട് പാറു, വീട്ടിലെത്തട്ടെ, ഞാൻ പറഞ്ഞു തരാം. അത് കേട്ടതും പാറു ഒന്ന് മൂളി. ഞാനൊരു സംശയം ചോദിക്കട്ടെ? പാറു എന്താണെന്ന് പോലെ ആതിരയെ നോക്കി. ആരവ് നിന്റെ വല്യച്ഛന്റെ മകനായിട്ടോ? എങ്ങനെ നിന്നെ മനസ്സിലാവാതെ ആയത്? അതും മനസ്സിലാവുന്നില്ല. ആരവും ഞാനും ഒരുമിച്ച് വളർന്നതാ. പക്ഷേ പ്രായത്തിൽ അവർ 2 വയസ്സിന് മുതിർന്നതാ. ആരവിനെ ചെറുപ്പത്ത് കണ്ടതാ. അതിനുശേഷം അവന്റെ പഠിത്തമെല്ലാം ശ്രീജമ്മയുടെ വീട്ടിൽ നിന്നുമായിരുന്നു. ശ്രീജമ്മ ഒറ്റ മോളായതുകൊണ്ടും ശ്രീജമ്മയുടെ അച്ഛനും അമ്മയ്ക്കും അവന് നല്ല ഇഷ്ടമാണ്. ആരവിനും അവരെ നല്ല ഇഷ്ടമായതുകൊണ്ട് അവൻ അവിടെ തന്നെയായിരുന്നു എപ്പോഴും. പിന്നീട് വിദേശത്ത് പഠിക്കാനെല്ലാം പോയതെല്ലാം കേട്ടിട്ടുണ്ട്. ആ ചെറുപ്പത്തുള്ള അവനല്ല ഇപ്പോഴുള്ളത്. കണ്ടപ്പോ മനസ്സിലായതേയില്ല. പിന്നെ ആ വീട്ടിലുള്ളതിൽ ആർക്കും എന്നെയും അമ്മയും വലിയ ഇഷ്ടമൊന്നുമില്ലാത്തത് കൊണ്ട് എന്നെക്കുറിച്ചൊന്നും അവൻ അറിഞ്ഞു കാണില്ല. ഞാനും ആ ടൈമിൽ ഒന്നും അറിഞ്ഞിട്ടില്ല. അവൻ്റെ ഒരു ഫോട്ടോ പോലും അന്ന് ഞാൻ കണ്ടിട്ടുമില്ല. അത് കേട്ടതും ആതിര എന്തോ ആലോചിച്ച് അങ്ങനെ നിന്നു. വീട്ടിലെത്തിയതും ഇന്ന് പാറു നേരെ പോയത് ശിവന്റെ മുറിയിലേക്കായിരുന്നു. മുറിയിലെത്തിയതും ഫോണിൽ ആരോടോ കാര്യമായി സംസാരിക്കുന്ന ശിവനെ കണ്ടതും അവൾ പുഞ്ചിരിയോടെ ഓടിപ്പോയി അവനെ അങ്ങ് കെട്ടിപ്പിടിച്ചു. പെട്ടെന്നുള്ള അവളുടെ കെട്ടിപ്പിടുത്തം അറിഞ്ഞ് അവനൊന്ന് ഞെട്ടി. പാറു ഒരു പുഞ്ചിരിയോടെ അവനെ കെട്ടിപ്പിടിച്ചു നിൽപ്പാണ്. ശിവൻ ഫോണിലുള്ള ആളോട് സംസാരിക്കാൻ മറന്നുകൊണ്ട് അങ്ങനെ നോക്കി നിന്നു. ഹലോ സർ. ഫോണിന്റെ അപ്പുറത്ത് നിന്നുമുള്ള സംസാരമാണ് അവന് ബോധം വന്നത്. ഞാൻ വിളിക്കാം. അതും പറഞ്ഞ് ഫോൺ അവൻ വെച്ചു. പാറു അപ്പോഴും അങ്ങനെ അവനോട് ചേർന്ന് നിൽക്കുമായിരുന്നു. അവനിൽ ഒരത്ഭുതവും പുഞ്ചിരിയും വിരിഞ്ഞു. പതിയെ അവനും അവളെ അരയിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. അതറിഞ്ഞതും ഒരു പുഞ്ചിരിയോടെ അവൾ അവനിലേക്ക് ചേർന്ന് നിന്നു. ശിവന്റെ വിളിയാണ് പാറുവിന് ബോധം വന്നത്. അവൾ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കുമ്പോൾ അവൻ കയ്യും കെട്ടി അവളെ നോക്കുന്നുണ്ട്. അപ്പോഴാണ് ഇത്രയും നേരം അവൾ സ്വപ്നം കാണുമായിരുന്നു എന്ന് അവൾക്ക് മനസ്സിലായത്. നീ എന്താടി ഇങ്ങനെ ഇളിച്ചോണ്ട് നിൽക്കുന്നേ? ഒന്നുമില്ല. അവൾ അതും പറഞ്ഞ് പെട്ടെന്ന് ബാത്റൂമിലേക്ക് കയറി വാതിലടച്ചു. ഞാൻ കണ്ണും തുറന്ന് സ്വപ്നം കാണാൻ തുടങ്ങിയോ എൻ്റെ ദേവി? പാറു അവളുടെയും ശിവന്റെയും ഡ്രസ്സുകളെല്ലാം ടെറസിൽ ഉണക്കാനിട്ടതെല്ലാം എടുത്തുകൊണ്ട് വരാൻ നിൽക്കുമ്പോഴാണ് അവിടേക്ക് ആദി വരുന്നത്. പാർവതി ഒരു പുഞ്ചിരിയോടെ ആദി വിളിച്ചു. ആദിയേട്ടാ, എന്താ ഇവിടെ? ഞാൻ നിന്നോടൊന്ന് സംസാരിക്കാൻ വന്നതാ. എന്നോടോ? കോളേജെല്ലാം കഴിഞ്ഞില്ലേ? അതെ. ഇതേ സമയം ശിവൻ മുറിയിലെ ബാൽക്കണിയിൽ നിന്നും ആരോടോ ഫോണിൽ സംസാരിക്കുമ്പോഴാണ് താഴെ ടെറസിൽ നിന്നും സംസാരിക്കുന്ന ആദിയെയും പാറുവിനെയും കാണുന്നത്. ഇനി എന്താ പ്ലാൻ? എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഇനിയും ടോപ്പ് പ്ലസ് വാങ്ങില്ലേ? അയ്യോ അറിയില്ല, എക്സാം എല്ലാം ഓക്കെയായിരുന്നു.
പാറു ഒരു പുഞ്ചിരിയോടെ തന്നെ മറുപടി കൊടുത്തു. അപ്പോഴാണ് അങ്ങോട്ട് ആതിര വരുന്നത്. ആഹാ, ആരിത്? ആദിയേട്ടനോ? എന്തപ്പോ ഇവിടെ? ആതിര ഒരു കളിയാക്കലോടെ ചോദിച്ചു. എനിക്കെന്താ ഇവിടെ വരാൻ പാടില്ലേ? ആ, പാടില്ലെന്നൊന്നുമില്ല, പക്ഷേ ഇവിടെയൊന്നും കാണാറില്ലല്ലോ. ആദിയേട്ടൻ എന്നോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വന്നതാ. പാറു അത് പറഞ്ഞത്. ആ, അതെന്താ പാറുവിനോട് മാത്രം സംസാരിക്കാൻ? അത് കേട്ടതും ആതിര ആദിയെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. കുന്തം. അതും അല്പം ദേഷ്യത്തോടെ പറഞ്ഞ് ആദി അവിടെ നിന്ന് പോയി. ആദിയേട്ടന് ഇത് എന്ത് പറ്റി? ആവോ, പതിവില്ലാത്ത പലതും കാണുന്നുണ്ടല്ലോ. വരട്ടെ, നോക്കാം. ആതിര ഒരു സംശയത്തോടെ പറഞ്ഞു. നീ പോയിപ്പോ ആദിയേട്ടനെയും സംശയിക്കാൻ തുടങ്ങിയോ ആദിയെ? ആദിയേട്ടനും ഗീതയും സംസാരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു, അതൊന്ന് പറഞ്ഞതാ. എന്തായാലും നീ മുറിയിലേക്ക് വാ, നമുക്ക് കുറച്ച് പ്ലാൻ ചെയ്യാനുണ്ട്. പാറു ഡ്രസ്സെല്ലാം എടുത്ത് അവളുടെ പുറകെ നടന്നു. ഗീത അവളുടെ മുറിയിൽ നിന്നും ജനൽ വായി നോക്കി നിൽക്കുകയായിരുന്നു. ആതിരക്ക് വരാൻ കണ്ട നേരം, അവളെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, കാണിച്ചു തരാൻ ഞാൻ. ഗീത ദേഷ്യത്തോടെ ആലോചിച്ചു. ആതിര, ഇത് വേണോ? ഇല്ലെങ്കിൽ തന്നെ ശിവേട്ടൻ പിണക്കത്തിലാണ്. പാറു ആകെ ടെൻഷനോട് പറഞ്ഞു. വേണം, ഇതാണ് അവളെ കൂട്ടാൻ പറ്റിയ ആദ്യത്തെ വഴി. നീ വേഗം മുറിയിലേക്ക് പോ. പാറു മനസ്സില്ലാ മനസ്സോടെ മുറിയിലേക്ക് പോയതും പാറു മുറിയിൽ വരുമ്പോൾ അവിടെ ശിവൻ ദേഷ്യത്തോടെ ഫോണിൽ ആരോടോ സംസാരിക്കുവാണ്. അത് കണ്ടതും പാറു ഒന്നും മടിച്ചു നിന്നു. വെറുതെ ചുറ്റും നോക്കി മടിച്ച് അവൻ്റെ അടുത്തേക്ക് പോകാൻ നിന്നതും ടേബിളിൽ വെച്ചിരിക്കുന്ന ചായ ഗ്ലാസ് ചെറുതായൊന്ന് അവളുടെ കയ്യിൽ തട്ടി. അത് അവിടെ തുറന്നു വെച്ചിരിക്കുന്ന അവൻ്റെ ലാപ്പിലേക്കായി വീണു. അവിടെ അടുത്ത് വെച്ചിരിക്കുന്ന അവൻ്റെ കുറച്ച് പേപ്പേഴ്സിലും ഇതായിരുന്നു. അത് കണ്ടതും അവളൊന്ന് ഞെട്ടി. ശബ്ദം കേട്ട് ശിവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആ പേപ്പറിൽ ചായ പോയതുകൂടെ കണ്ടതും അവന് ദേഷ്യം വന്നു. എന്താണ് പാർവതി, നിനക്ക് കണ്ണു കാണില്ലേ? ശിവേട്ടൻ, ഞാൻ. അവൻ്റെ ദേഷ്യപ്പെടൽ കണ്ട് അവളൊന്ന് പേടിച്ചു. അവൻ പെട്ടെന്ന് ആ പേപ്പറെല്ലാം കയ്യിലെടുത്തു. ഇതെത്ര ഇമ്പോർട്ടൻ്റ് ആയ പേപ്പറാണെന്ന് അറിയോ നിനക്ക്? ശിവൻ പേപ്പർ നോക്കിക്കൊണ്ട് അവളോട് ദേഷ്യത്തോടെ പറഞ്ഞു. അവൾ തലയും താഴ്ത്തി മിണ്ടാതെ നിന്നു. എന്ത് പറഞ്ഞാലും തല താഴ്ത്തി നിന്നാ മതിയല്ലോ. ഇനി ഇതെല്ലാം ഞാൻ എന്താ കാണിക്കേണ്ടത്? അല്ലെങ്കിൽ തന്നെ ദേഷ്യം വന്ന് നിൽക്കുമ്പോയാ അവളുടെ വക ഈ പണി. ശിവേട്ടൻ, ഞാൻ അറിയാതെ. അവളുടെ കണ്ണുകളെല്ലാം നിറഞ്ഞിരുന്നു. ഒന്ന് മിണ്ടാതെ പോയി തരൂ. അവൻ ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ സങ്കടത്തോടെ വായും പൊത്തി പിടിച്ച് അവിടെ നിന്നും ഇറങ്ങിയോടി. എന്നാൽ ഇതെല്ലാം കേട്ട് ഗീത പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. അത് കണ്ടതും അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. പാറു സങ്കടത്തോടെ ആദിയുടെ അടുത്തേക്ക് വന്നതും അവളുടെ കരഞ്ഞു കലങ്ങിയ മിഴികൾ കണ്ട് അവളൊന്ന് ഞെട്ടി. അവൾ ആദിയെ കെട്ടിപ്പിടിച്ച് പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. എന്താടി, എന്തിനെങ്ങനെ കരയുന്നേ? പാറു ഒന്നും മിണ്ടാതെ പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ടേയിരുന്നു. ആതിര പിന്നീടൊന്നും ചോദിക്കാതെ അവളെ സമാധാനപ്പെടുത്തി. അവളൊന്ന് കരച്ചിലടങ്ങിയതും അവൾ ബെഡിലേക്കിരുന്നു. എന്താടി, എന്തിനെങ്ങനെ കരയുന്നേ? എന്താ പ്രശ്നം? പാറു നടന്നതെല്ലാം പറഞ്ഞു. എന്നോട് ഇറങ്ങിപ്പോകാൻ വരെ പറഞ്ഞു. പാറു വിഷമത്തോടെ പറഞ്ഞു. ശിവേട്ടനെ വേറെ വല്ല ടെൻഷനിലുമാവും, അതാവും നിന്നോട് പെട്ടെന്ന് ദേഷ്യപ്പെട്ടെ. ശിവേട്ടന്റെ ദേഷ്യം ഒന്നടങ്ങിയ നീ ഒന്ന് സംസാരിച്ച തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എനിക്കെന്തോ സഹിക്കാൻ കഴിയുന്നില്ല. നീ ഇങ്ങനെ വിഷമിക്കാതെ, നമുക്ക് ശരിയാക്കാം. ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി എല്ലാവരും വന്നിരിക്കുമ്പോൾ ശിവനും വന്നിരുന്ന ശേഷമാണ് ആതിരയും പാറുവും ഇരിക്കുന്നത്. പാർവതിയെ ഒന്ന് നോക്കുക പോലും ചെയ്യാതിരിക്കുന്ന അവനെ കണ്ടതും പാറുവിന് സങ്കടമായി. പാർവതി, ആ കറി എടുത്തു തന്നെ. അവന്റെ ഭാവം ശ്രദ്ധിച്ചുകൊണ്ട് ഗീത അത് പറഞ്ഞതും എല്ലാവരും ശിവനെയാണ് നോക്കിയത്. അവൻ എന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ചു. പക്ഷേ അവൻ ഒന്നും മിണ്ടാതെ കഴിക്കുന്നത് കണ്ടതും പാറുവിൻ്റെ ഉള്ളൊന്ന് വിങ്ങി. പാറു എണീറ്റ് ആ കറി ഗീതക്ക് കൊണ്ടുപോയി വെച്ചു. അത് കണ്ടതും ഗീതയുടെ ചുണ്ടിൽ ഒരു വിജയച്ചിരി വിരിഞ്ഞു. പാറുവിന് സങ്കടം കൊണ്ട് ശരിക്കും ഭക്ഷണം പോലും ഇറങ്ങുന്നില്ലായിരുന്നു. അവൾ എന്തൊക്കെയോ തിന്നു എന്ന് വരുത്തി അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും എണീറ്റ് പോയി. ഇതെല്ലാം മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പാറുവിന് നല്ല സങ്കടം വരുന്നുണ്ടെങ്കിലും അവളെ നിയന്ത്രിച്ചുകൊണ്ട് അവൾ നിന്നു. പാറു ആതിരയുടെ മുറിയിൽ പോയിരുന്നു. സങ്കടം സഹിക്കാനാവാതെ തലേണയും കെട്ടിപ്പിടിച്ച് ഒത്തിരി കരഞ്ഞു. അപ്പോഴാണ് അവിടേക്ക് ആതിര വരുന്നത്.
പാറു, നീ ഇങ്ങനെ കരയാതെ. ശിവേട്ടൻ എന്നെ ഒന്ന് നോക്കുന്നു പോലുമില്ല, പാറു തേങ്ങിക്കൊണ്ട് പറഞ്ഞു. പാറുവേ, നീ ശിവേട്ടൻ്റെ അടുത്തേക്കൊന്ന് പോയി സംസാരിക്കാൻ ശ്രമിക്ക്. ഇപ്പോ അതെല്ലാം മാറിയിട്ടുണ്ടാവും. ആതിര പാറുവിനെ എണീപ്പിച്ചുകൊണ്ട് പറഞ്ഞു. പാറു കണ്ണുകളെല്ലാം തുടച്ച് ശിവന്റെ മുറിയിലേക്ക് പോയി. ശിവൻ മുറിയിൽ എവിടെയും ഇല്ലാന്ന് കണ്ടതും അവൾ ബാൽക്കണിയിൽ നോക്കുമ്പോൾ അവൻ ബാൽക്കണിയിൽ പുറത്തേക്ക് നോക്കി നിൽപ്പുണ്ടായിരുന്നു. അവൾ അവന്റെ പുറകിൽ പോയി നിന്നു. ശിവേട്ടാ, സോറി, അറിയാതെ സംഭവിച്ചതാ ശിവേട്ടാ, പാറു സങ്കടത്തോടെ പറഞ്ഞിട്ടും അവനൊന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല. ശിവേട്ട, എന്നോടൊന്ന് ക്ഷമിക്കു ശിവേട്ട, അവൾ വീണ്ടും വേദനയോടെ പറഞ്ഞു നിർത്തി. അപ്പോഴും അവനൊന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല. അവൻ്റെ ഈ അവഗണന സഹിക്കാനാവാതെ അവളുടെ കണ്ണുകളെല്ലാം നിറഞ്ഞു കവിഞ്ഞു. ശിവേട്ട, അവൾ വീണ്ടും സങ്കടത്തോടെ അവനെ വിളിച്ചു. എന്നിട്ടും അവൻ മിണ്ടാതെ നിൽക്കുന്നത് കണ്ടതും അവൾ സങ്കടത്തോടെ അവിടെ നിന്നും ഇറങ്ങിയോടി. തുടരും. കഥ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.